നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജോർജ് പോൾ. അപ്പോളോ ആഡ്ലെക്സ് അങ്കമാലിയിലെ മിനിമലി ഇൻവേസീവ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റ് ആണ്. ഇപ്പം മിക്ക സ്ത്രീകളും ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് മെൻസ്ട്രൽ പെയിൻ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഏറ്റവും കൂടുതൽ ഇഗ്നോർഡ് ആവുന്ന ഒരു പ്രോബ്ലമാണ് മെൻസ്ട്രൽ പെയിൻ. എത്ര വേദന ഉണ്ടെങ്കിലും അവരുടെ അമ്മമാരോ പെങ്ങളോ അല്ലെങ്കിൽ ഫാമിലി എല്ലാവരും പറയുമോ ഇത് സാധാരണമാണ് വേദന, ഇതെല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ്. അതാണോ സത്യം? നോർമലി നമുക്ക് മെൻസ്ട്രൽ പെയിൻ എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവുന്നതാണ്. പക്ഷേ അത് നമ്മുടെ ഒരു നോർമൽ ആക്ടിവിറ്റീനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു സ്കൂളിൽ പോകുന്നൊരു കുട്ടിയാണെങ്കിൽ സ്കൂളിൽ നിന്ന് ആബ്സെൻസ് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നൊരു സ്ത്രീക്ക് വർക്കിൽ നിന്ന് ആബ്സെൻസ് എടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ബെഡ് റിഡൻ ആണ്, വേദന കൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കിടപ്പാണെങ്കിൽ ഇത് നോർമൽ അല്ല. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഡെഫിനറ്റ്ലി ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഒരു ഇവാലുവേഷൻ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ആൻഡ് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു അസുഖം എന്ന് പറഞ്ഞാൽ എൻഡോമെട്രിയോസിസ് ആണ്. എൻഡോമെട്രിയോസിൻ്റെ മെയിൻ സിംറ്റം എന്ന് പറയുന്നത് മെൻസ്ട്രൽ പെയിൻ ആണ്. അതിൻ്റെ കൂടെ തന്നെ മെൻസ്ട്രൽ പെയിൻ്റെ കൂടെ നമുക്ക് മെൻസസിൻ്റെ സമയത്ത് മോഷൻ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകാം, പെയിൻ ഉണ്ടാകാം, അല്ലെങ്കിൽ അവിടെ ഒരു പ്രഷറായിട്ട് ഫീൽ ചെയ്യാം. അലോങ് വിത്ത് ദിസ്, ഇപ്പോൾ ഒരു കല്യാണം കഴിച്ച ഒരു സ്ത്രീ ആണെങ്കിൽ, ഒരു പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ ആണെങ്കിൽ, ഇൻഫെർട്ടിലിറ്റി ക്യാൻ ഓൾസോ ബി എ പ്രോബ്ലം ഇൻ ദിസ് കണ്ടീഷൻ. അതിൻ്റെ കൂടെ തന്നെ ബന്ധപ്പെടുമ്പോഴും പെയിൻ കൂടുതലുണ്ടാകാം എൻഡോമെട്രിയോസിസ് ഉള്ള ഒരു സ്ത്രീക്ക്. എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ അസുഖം എന്ന് പറഞ്ഞാൽ ബേസിക്കലി യൂട്രസിൻ്റെ അകത്തെ ലൈനിങ് എൻഡോമെട്രിയം, അതിൻ്റെ അംശങ്ങൾ യൂട്രസിൻ്റെ ട്യൂബ് വഴി പുറത്ത് കുടലിൻ്റെ മുകളിൽ, ഓവറിയുടെ മുകളിൽ, യൂട്രസിൻ്റെ സർഫസിൽ എല്ലായിടത്തും അത് വീണ് അത് ഓരോ മാസം ഓരോ സൈക്കിളിൽ അത് പ്രൊപ്പഗേറ്റഡായി അവിടെ ഒട്ടിപ്പിടിപ്പും ഓവറിയിൽ വീഴും, അത് സിസ്റ്റായിട്ട് മാറും. ഇതാണ് ബേസിക്കലി എൻഡോമെട്രിയോസിസ്. അപ്പോൾ ഒരു സ്ത്രീക്കൊരു സിവിയർ മെൻസ്ട്രൽ പെയിൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഇവാലുവേറ്റ് ചെയ്യുക, അതിനുള്ള പ്രോപ്പർ സൊല്യൂഷൻ കണ്ടുപിടിക്കുക.